الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وتوبوا إلى الله جميعا أيها المؤمنون وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون اتقوا الله عباد الله ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സഹാബി അംറു ഇബ്നുൽ മുറത്തുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹുമാ റളിയല്ലാഹു തആല അവിടുന്ന് പറയാൻ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവിടുത്തെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിസ്കരിക്കാം, സക്കാത്ത് കൊടുക്കാം എന്നതൊക്കെ ഞാൻ സാക്ഷ്യം വഹിക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വസുംതു റമദാന വഖുംതുഹു ഫമിമ്മൻ അന. ഇങ്ങനെ ഷഹാദത്ത് കലിമ കൊണ്ടും നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും വഖുംതുഹു അതിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അന, അല്ലാഹുവിന്റെ റസൂലേ, അപ്പോൾ ഞാൻ ആരോടൊപ്പമാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞത്, മിനസ്സുദ്ദീഖീന വശുഹദാ, മിനസ്സുദ്ദീഖീന വശുഹദാ. റമളാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്താൽ മിനസ്സുദ്ദീഖീന വശുഹദാ, സുദ്ദീഖുകളോടും ശുഹദാക്കളോടും ഒപ്പമായിരിക്കും അയാൾ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അതേ മുഅ്മിനുകളെ, ശുഹദാക്കളോടും സുദ്ദീഖുകളോടും ഒപ്പം സ്വർഗത്തിൽ കഴിയുക എന്നതാണ് ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്ക് ഏറ്റവും മുഖ്യമായത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ സഹായകമാകുന്ന ഒരു മാസമാണ് നമ്മൾ കാത്തിരിക്കുന്ന, നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന, നാം റബ്ബിനോട് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന വിശുദ്ധ റമദാൻ. 5 നേരവും 17 തവണ നമ്മൾ ചോദിക്കുന്ന, തേടുന്ന ആളുകളുടെ മാർഗം, ആ മാർഗം ഏതാണ്? മിനസ്സുദ്ദീഖീന വശുഹദാ, സുദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും മാർഗമാണ്. ആ മാർഗത്തിലാണ് റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിച്ച, രാത്രി നിന്ന് നിസ്കരിച്ചവർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഉമ്മത്ത് മുസ്ലിമയുടെ ഹൃദയങ്ങൾ വലിയ ഒരു സന്തോഷത്തിന്റെ, ആവേശത്തിന്റെ വക്കിലാണ്. നിറയെ നന്മകളുള്ള ഒരു മാസത്തിന്റെ കടന്നുവരവിനെ ആഹ്ലാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടിയാണ് ഓരോ വിശ്വാസിയും കാത്തിരിക്കുന്നത്. എന്തുമായിട്ടാണ് റമളാൻ കടന്നു വരുന്നത്? നന്മയുടെ ഒരു മാസമായിട്ടാണ്. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ഇഹ്തിസാബിന്റെ തുറന്നിട്ട വാതിലുകളുമായിട്ടാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ റമദാനിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കൂ. നമുക്ക് എന്തെല്ലാം ലഭിക്കണം? മഗ്ഫിറത്ത് കിട്ടണം, മർഹമത്ത് ലഭിക്കണം,
റബ്ബുൽ ഇസ്സത്ത് നമ്മെ തൃപ്തിപ്പെടണം. ഇബാദത്തുകളിൽ ഉത്സാഹം നിലനിർത്തണം, ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഉറച്ച ഈമാൻ ഉണ്ടാകണം, മുത്തഖിയാകണം, മാതൃകകളാകണം, ഇഹ്സാനും ഇഖ്ലാസും തഖ്വയുമുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാകണം. വരുന്ന ദിവസങ്ങൾ അതിനുള്ളതാണ്, വരുന്ന ദിവസങ്ങൾ അതിനുള്ളതാണ്. ഹൃദയ ശുദ്ധീകരണത്തിൻ്റെതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകുന്ന കരുണയുടെ, ദയയുടെ, പരിഗണനയുടെ, വാത്സല്യത്തിന്റെ ഒരവസരമാണ് വിശുദ്ധ റമദാൻ. അൽഹംദുലില്ലാഹ്, അതിലേക്ക് പ്രവേശിക്കാനും അതിലെ ഓരോ നിമിഷങ്ങളെയും മനസ്സറിഞ്ഞ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുന്നവർ മഹാഭാഗ്യവാന്മാർ. അല്ലാഹു തുണക്കുമാറാകട്ടെ. എന്നാൽ റമദാനിനെ സ്വീകരിക്കുന്നതിൽ, വരവേൽക്കുന്നതിൽ ജനങ്ങൾ പലതരത്തിലാണ്. നോക്കൂ നിങ്ങൾ, ജനങ്ങൾ പലതരത്തിലാണ്. അതിൽ മുഅ്മിനുകൾ, അല്ലാഹു അവർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെങ്ങനെയാണ്? അവർ റമദാനിന്റെ വരവിൽ സംതൃപ്തരാണ്, കാത്തിരിക്കുന്നവരാണ്, ഒരുങ്ങിയവരാണ്. ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് സലഫുകളുടെ നോമ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. എന്ത്? റമദാനാകുന്നതിന് മുമ്പേ, 6 മാസക്കാലം മുമ്പേ അവർ റമദാനിനെ കാത്തിരിക്കുന്നവരാണെന്നാണ്. ഇനി റമദാൻ കഴിഞ്ഞാലോ, ശേഷമുള്ള 6 മാസക്കാലവും അവർ റമദാനിന്റെ ആധാറുകളെ, അതിന്റെ മൂല്യങ്ങളെ, അതിന്റെ പ്രത്യേകതകളെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണെന്നാണ്. നോക്കൂ നിങ്ങള്, മുഅ്മിനുകൾ അവർ നോമ്പെടുക്കാൻ ശീലിച്ചവരാണ്. മാത്രമല്ല, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാനും നന്മകളിൽ മുന്നേറാനും തിന്മകളെ പൂർണ്ണമായി ബഹിഷ്കരിക്കാനും പറ്റുന്ന ഒരു മാസം മറ്റു മാസങ്ങളിൽ നിന്ന് ഈ മാസമാണ് എന്ന തിരിച്ചറിവ് നേടിയെടുത്തവരാണ് അവർ. എന്നാൽ വേറെ ചിലരുണ്ട്, അവർക്ക് റമദാൻ പ്രയാസകരമായിരിക്കും. അതിന്റെ രാപ്പകലുകൾ, രാവും പകലും എങ്ങനെയെങ്കിലും നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കും. ഓരോ ദിവസം പിന്നിടും തോറും അവർ കണക്കു കൂട്ടുന്നത് ഇനി എത്ര ദിവസമുണ്ട് പെരുന്നാളിന് എന്നാണ്. എണ്ണം പിടിക്കുന്നവർ പെട്ടെന്നൊന്ന് കഴിഞ്ഞു കിട്ടിയാലെന്ന് ആഗ്രഹിക്കുന്നവർ, നോമ്പെടുക്കാതിരുന്നാൽ, നിസ്കരിക്കാതിരുന്നാൽ, ഖുർആൻ ഓതാതിരുന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതുന്ന ഹതഭാഗ്യർ. നഊദുബില്ലാഹ്. ചിലര് വെറുപ്പോടെയാണ്, ചിലർ കച്ചവട കണ്ണോടെയാണ്. ഈ മാസം വന്നിട്ട് വേണം ബിസിനസ് പച്ചപിടിപ്പിക്കാൻ എന്നാഗ്രഹിക്കുന്നവരുണ്ട്, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ചിലർക്കാകട്ടെ ഇത് കേവലം നേരം പോക്കിന്റെ മാസമാണ്. നേരം പോക്കിന്റെ, മൊബൈലിൽ, ടിവിയിൽ, ക്ലബിൽ, അതുപോലെ ഫ്ലഡ് ലൈറ്റ് മേളകളിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കറക്കങ്ങളിലും കമ്പനികളിലും സമയം ചെലവഴിക്കുന്ന ആളുകൾ. എന്നാൽ നമ്മൾ മുഅ്മിനുകളാവുക പ്രിയമുള്ളവരെ. തിരിച്ചറിവ് നേടിയെടുക്കേണ്ടതുണ്ട്. ഭക്തിയുടെ, വിരക്തിയുടെ, ഖുർആൻ പാരായണത്തിന്റെ, പഠനത്തിന്റെ, ദിക്റിന്റെ, സ്വലാത്തിന്റെ, ദുആയുടെ, സദഖയുടെ, സക്കാത്തിന്റെ, ഭക്ഷണം നൽകലിന്റെ, ഉംറയുടെ, അങ്ങനെ തുടങ്ങി ഇബാദത്തുകളുടെ ഒരു സംഗമഭൂമിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറുള്ള രാവിന്റെ പരിശുദ്ധമായ റമദാൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക നല്ല മനസ്സോടെ, തയ്യാറെടുപ്പോടെ, പശ്ചാത്താപത്തിന്റെ മനസ്സുമായി. കേവലം നനച്ചുകുളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല റമദാൻ. തുടച്ച് പൊടികളും മറ്റു അഴുക്കുകളൊക്കെ മാറ്റി വീടിനെ എല്ലാ നിലക്കും അലങ്കരിക്കുന്ന ഒരു മാസം മാത്രമല്ല റമദാൻ. പള്ളികളെല്ലാം ഒരുങ്ങി, പല പള്ളികളും പുതിയ കാർപ്പറ്റ് ഇട്ടു, പല പള്ളികളിലെയും പല അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഉറപ്പുവരുത്തി, എല്ലാ നിലക്കും വൃത്തിയായി. അഹ്ലൻ വസഹ്ലൻ, റമദാനിന് ഒരുങ്ങാണ്. പക്ഷേ ആ റമദാൻ വന്നിട്ടും അല്ലെങ്കിൽ റമദാൻ എത്താനായിട്ടും മനസ്സ് പാകപ്പെടാത്ത അസൂയയുടെ, തിന്മയുടെ, നകളിപ്പിന്റെ, അഹങ്കാരത്തിന്റെ, വിട്ടുവീഴ്ചയില്ലായ്മയുടെ, കാരുണ്യം കാണിക്കാത്തതിന്റെ ഒരു മനസ്സുമായിട്ട് ഒരിക്കലും നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കതാണ്. എന്ത്? വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്തവരാവുക.
പശ്ചാത്തപിച്ച് മടങ്ങുക. എന്തിനാണത്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാൻ വേണ്ടി, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും നാം പരിശ്രമിക്കേണ്ട ഒരു ബോധമുണ്ട്. അതെന്തറിയോ? അത് നിലനിർത്തേണ്ട ഒരു ബോധവും കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ആ അമലുകൾ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാൻ കാരണമാകണം. ഒരിക്കലും ചെയ്തു പോയ അമലുകൾ നഷ്ടം വന്നു പോകരുത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, പൂർവികർ പറയാറുണ്ട്, ഒരു അമൽ അത് ചെയ്യാനല്ല പ്രയാസം, പിന്നെയോ ആ അമൽ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാനാണ് പ്രയാസം, അത് നിലനിർത്തി കിട്ടാനാണ് പ്രയാസം. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെയും മുശാഹിനിന്റെയും കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന ബോധത്തിൽ നിന്ന് വേണം ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവന്റെ അമലുകൾ സ്വീകരിക്കില്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ ശിർക്ക് ചെയ്യാത്തവരാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞത് മുശാഹിൻ എന്നാണ്. ഷഹന, പരസ്പരം പകയും പോരും വിദ്വേഷവും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരുടെ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് കയറിപ്പോകില്ല എപ്പോഴല്ലാതെ, അവർ ആ ഷഹനയിൽ നിന്ന് വേർപ്പെടുമ്പോഴല്ലാതെ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. തമ്മിൽ പിണങ്ങിയവരുണ്ടെങ്കിൽ, ഇപ്പോഴും പകയും പോരും ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പരിഹരിക്കാതെ നിങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കരുത്. വെറുതെയായി പോകും റമദാൻ, വൃഥാവിലായി പോകും റമദാൻ. അല്ലാഹുവിലേക്ക് അത് കയറി പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഹദീസ് അതാണ്. ആരോടൊക്കെ പിണക്കം? രക്ഷിതാക്കളോട് പിണക്കം, ഇണകളോട് പിണക്കം, മക്കളോട് പിണക്കം, സഹോദരങ്ങളോട് പിണക്കം, സഹപ്രവർത്തകരോട് പിണക്കം, അയൽവാസികളോട് പിണക്കം. ഇത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഅ്ദു ഫില്ലാഹ് എന്ന അടിസ്ഥാനത്തിലല്ല. ഇത് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി വെറുക്കുക എന്നതല്ലാത്ത നിലയിലുള്ള പകയും പോരുമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, അത് മുഴുവനും ശുദ്ധീകരിച്ചിട്ടേ പ്രിയമുള്ളവരെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാവൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മുന്നിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധ റമദാനിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്താണെന്നറിയോ? ഇദാ ജാഅ റമദാൻ, റമദാൻ സമാഗതമായാൽ, റമദാൻ സമാഗതമായാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയും വഉല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസുഫിദത്തി ശയാതീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും. എത്രത്തോളം? റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ അല്ലാഹുവിങ്കൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. നന്മ കാംക്ഷിക്കുന്നവനെ മുന്നോട്ട് വന്നാലും, തിന്മ ആഗ്രഹിക്കുന്നവരെ അതിൽ നിന്ന് വിരമിച്ചാലും മാറ്റിവെച്ചാലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ പഠിപ്പിക്കുന്നു. അങ്ങനെ വിളിച്ചു പറയുന്ന ഒരാൾ റമദാനിന്റെ ഓരോ രാത്രിയിലും തുടക്കം മുതൽക്ക് തന്നെ വിളിച്ചു പറയുമെന്നാണ്. എന്നിട്ട് അതിനകത്ത് കാണാം, വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. ആ റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകല് നോമ്പ്, രാത്രി ഖിയാമുൽ ലൈൽ, ഇടവേളകളിൽ മുഴുവനും ഇബാദത്തുകൾ. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണവും ഭക്ഷണം നൽകലുമാകുന്നു എന്നവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ഖുർആൻ പാരായണം ഈ റമദാനിന്റെ സവിശേഷതയാണ്. ആളുകൾക്ക് ഭക്ഷണം നൽകൽ ഈ റമദാനിന്റെ സവിശേഷതയാണ്. ഈ മാസത്തിന്റെ ഫളലുകൾ എന്നെക്കാൾ അറിയുന്നവരാകാം ഒരുപക്ഷെ കേട്ട് പരിചയിച്ച നിങ്ങൾ ഓരോരുത്തരും. ലൈലത്തുൽ ഖദറുള്ള റമദാൻ, പാപമോചനത്തിന്റെ റമദാൻ, നരകമോചനത്തിന്റെ റമദാൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ, എല്ലാ ഖൈറാത്തുകളും കുടികൊള്ളുന്ന, എല്ലാ നന്മകളും സമ്മേളിച്ച വിശുദ്ധമായ ഒരു മാസമാണ് റമദാൻ. ആ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്ന് നോമ്പാണ്. അല്ലാഹു നോമ്പ് നോൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പ് വളരെ പവിത്രമായ ഒരു ഇബാദത്ത്. പ്രിയമുള്ളവരെ, നോമ്പിന് ഒത്തിരി മഹത്വങ്ങളുണ്ട്.
വിശുദ്ധ റമദാനിൽ അല്ലാത്തപ്പോഴും നോമ്പിന് ഒരുപാട് മഹത്വമുണ്ട്. നോമ്പിന്റെ മഹത്വം റമദാനിലേത് അല്ലാത്തത് എന്ന നിലക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ റമദാനിന് നോമ്പിന് പ്രത്യേക മഹത്വങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസുകൾ ഇവരക്കാണ്. നോമ്പിന് മൊത്തത്തിൽ മഹത്വമുണ്ട്. അത് ഈ മാസത്തിലായാലും ഇനി റമദാനിലായാലും ശേഷമുള്ള മാസങ്ങളിലായാലും ഒക്കെ നോമ്പിന് മഹത്വമുണ്ട്. നോമ്പിന്റെ മഹത്വങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഒന്നാമത്തെ പ്രത്യേകത, ഈ നോമ്പ് നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഓരോ ഇബാദത്തും സ്വർഗത്തിലേക്കാകുന്നത് പോലെ തന്നെ വിശുദ്ധമായ നോമ്പ്, ആ നോമ്പ് നമ്മെ നയിക്കുന്ന സ്വർഗത്തിലേക്കാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, നബിയോട് ചോദിച്ചു ഞാൻ, അല്ലാഹുവിന്റെ റസൂലേ, മക്കളൊന്നും കൂടെ കയറിക്ക്, സൊഫിലേക്ക് കയറിക്ക്. സൊഫിൽ ധാരാളം വിടവുകളുണ്ട്, സൊഫിലേക്ക് കയറിക്ക്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ഒരു കർമ്മത്തെക്കുറിച്ച്, ഒരു ഇബാദത്തിനെ കുറിച്ച് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. സഹാബി ചോദിക്കാൻ, നബി പറഞ്ഞു കൊടുക്കാൻ. എന്താ പറഞ്ഞു കൊടുക്കണമെന്നറിയോ? അലൈക ബിസ്സൗം ലാ മിസ്ല ലഹു. താങ്കൾ നോമ്പിനെ മുറുകെ പിടിക്കുക, അതിന് സമാനമായത് മറ്റൊന്നില്ല എന്നാണ്. ഇത് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ട അടിസ്ഥാനപരമായ അറിവാണ്. നോമ്പിനോളം മഹത്വമുള്ള മറ്റൊന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. രണ്ടാമത്തത്, നോമ്പ് നരകത്തിൽ നിന്നാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. ഈ ഹദീസ് കേൾക്കാത്തവർ നമ്മുടെ കൂട്ടിൽ തുലം കുറവാണ്. ഇതാണ് ഹദീസ്. അസ്സിയാമു ജുന്നത്തുൻ. നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ. നോമ്പുകാരൻ അതുപയോഗിച്ച് നരകത്തിൽ നിന്ന് രക്ഷ നേടുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സൗമു ജുന്നത്തുൻ എന്ന ഹദീസിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ അക്മാൽ പറയാണ്, എന്താണ് സൗമു ജുന്നത്താണെന്ന് പറഞ്ഞാൽ? സൂത്രത്തും മിനൽ ആസാമി ഔ മിനൻ നാരി ഔ മിൻ ജമീഇ ദാലിക്. നോമ്പെന്ന് പറഞ്ഞാൽ അത് കുറ്റങ്ങളിൽ നിന്നോ നരകത്തിൽ നിന്നോ അവ രണ്ടിൽ നിന്നോ ഉള്ള മറയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതരാകാത്ത യുവത്വത്തിലുള്ള ആളുകളോട് പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബഅത ഫൽയതസവ്വജ്. നിങ്ങൾ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. ഫഇന്നഹു ലഹു വിജാ. അതെന്താണ്? അത് നിങ്ങളുടെ ലൈംഗികമായ ആസക്തിയെ തടുത്തുകൊള്ളും. അത് നിങ്ങൾക്കൊരു മറയാണെന്നാണ്. സുബ്ഹാനക യാ അലീം. ഇത് തന്നെയാണ് സൗമു ജുന്നത്തുൻ. സൂത്രത്തുൻ മിനൽ ആസാമി ഔ മിനൻ നാരി. ഒന്നില്ലെങ്കിൽ കുറ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന്, ഔ മിൻ ജമീഇ ദാലിക, അല്ലെങ്കിൽ അതുപോലുള്ള, അല്ലെങ്കിൽ അത് രണ്ടിൽ നിന്നുമുള്ള മറയാണ് എന്ന് ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എത്രത്തോളം അറിയുകൾ ഒരു നോമ്പിന്റെ മെച്ചത്തെ കുറിച്ച് നബി പഠിപ്പിക്കുന്നത് വായിച്ചാൽ മതി. എത്ര നോമ്പ് നോൽക്കാൻ നമ്മൾ സന്നദ്ധരാവും. നബി പറഞ്ഞ വാക്കെന്താ ഇമാം ബുഖാരി ഉദ്ധരിച്ചത്? മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവൻ അകറ്റി നിർത്തുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖരീഫ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ദൂരമാണ്. 70 വർഷത്തെ വിദൂരത നരകത്തിൽ നിന്ന് എന്ന് നബി പഠിപ്പിക്കാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നരകത്തിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള രക്ഷയാണ് വിശുദ്ധമായ പുണ്യകർമ്മം നോമ്പ് എന്നത് നബി തിരുമേനി പഠിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി, റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിനെ പ്രത്യേകം പരിഗണിക്കുന്നത് ഹദീസിൽ കാണാൻ പറ്റും. നിരവധി ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അതിനകത്തൊരു ഹദീസ്, യത്റുകു തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി. അല്ലാഹു പറയാണ്, നബി പഠിപ്പിക്കുകയാണ്, നോമ്പുകാരൻ എനിക്ക് വേണ്ടിയാണ് അവന്റെ ഭക്ഷണത്തെ ഒഴിവാക്കിയത്, അവന്റെ പാനീയത്തെ ഒഴിവാക്കിയത്, അവന്റെ ശഹവത്തിനെ അഥവാ ഇണകളോടൊത്തുള്ള ജീവിതത്തെ ആ പകലിൽ മാറ്റിവെച്ചത്. മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ്, എന്നിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയാണ്, അള്ളാഹ് പറയുന്നതായി, അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകാൻ.
എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മക്ക് 10 ഇരട്ടി വരെ പ്രതിഫലം. മറ്റേ റിപ്പോർട്ടിൽ ഇലാ 700 ളഅഫൻ, 700 ഇരട്ടി വരെ എന്നാണ്. നോമ്പിനെ അല്ലാഹു പ്രത്യേകം വേർതിരിക്കാൻ. എന്തുകൊണ്ട് നോമ്പിനെ പ്രത്യേകം വേർതിരിക്കുന്നു എന്ന ചർച്ചയിൽ മഹാനായ അഹ്ലുസുന്നയുടെ മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലമ്മ കാനത്തിൽ അഅമാലു യദ്ഖുലുഹാ الرياء والصوم لا يطلع عليه بمجرد فعله إلا الله فأضافه الله إلى نفسه ولهذا قال في الحديث يدع شهوته من أجلي. മറ്റ് അമലുകളിൽ റിയാ വരാൻ സാധ്യതയുള്ളപ്പോൾ ഏത് അമലിലും സ്വാഭാവികമായി റിയാ വരാൻ സാധ്യത, ലോകമാന്യത, മറ്റുള്ളവർ കാണുക എന്ന ലക്ഷ്യം വരാൻ സാധ്യതയുള്ളപ്പോൾ നോമ്പ് എന്ന പ്രവർത്തനത്തിൽ അതിന് തനിച്ചായി, അഥവാ നോമ്പ് നോൽക്കുന്ന ഒരാളിൽ ആ നോമ്പ് എന്തുണ്ടാക്കൂല? റിയാ ഉണ്ടാക്കൂല, റിയാ വരൂല എന്നാണ്. റിയാ വരൂല. കാരണം എന്താ? ഞാൻ നോമ്പുണ്ടോ നോമ്പില്ല നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എന്നാൽ ഞാൻ നിസ്കരിച്ചില്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഖുർആൻ ഓതിയില്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്വലാത്ത് ചൊല്ലുന്നോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്വതഖ കൊടുക്കുന്നോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം സഹവസിക്കുന്ന സമയം അത്രയും ഞാനൊരു നോമ്പുകാരനാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഞാനത് പറയുകയോ ചെയ്യാത്തടത്തോളം. അല്ലാഹു അക്ബർ. അപ്പോ തനിച്ച് റിയാ വരൂല എന്നാണ്. അതാണ് പ്രത്യേകമാകാനുള്ള കാരണം. എന്നിട്ട് അവിടുന്ന് പറയാണ്, അവൻ എനിക്ക് വേണ്ടി ശഹവത്തിനെ ഒഴിവാക്കുന്നു എന്ന് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശവും അതാണ്. അതായത് നോമ്പ് എന്ന അമല് കൊണ്ട് റിയാ വരൂല, എന്നാൽ മറ്റുള്ള അമലിൽ അതിന്റെ പ്രവൃത്തിയിൽ തന്നെ പറയാതെ തന്നെ റിയാ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. പ്രിയമുള്ളവർ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഒരു സംഗതി എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരടിമ ഭക്ഷണവും വെള്ളവും അവന്റെ ലൈംഗിക ജീവിതം ഒഴിവാക്കുന്നതെന്നാണ്. സുബ്ഹാനക യാ അലീം. ഹലാലായിട്ടും റബ്ബിന് വേണ്ടി വെടിയുകയാണ് നമ്മള്. നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഭക്ഷണം ഹലാലല്ലേ? അതെ. വെള്ളം ഹലാലല്ലേ? അതെ. ഭാര്യ ഭർത്തൃ ജീവിതം ഹലാലല്ലേ? അതെ. പകലിൽ ഹലാലല്ലേ? അതെ. രാത്രിയിലും ഹലാലല്ലേ? അതെ. എന്നാൽ അല്ലാഹു പറഞ്ഞു, ഒരു നിശ്ചിത സമയം മുതൽ ഒരു നിശ്ചിത സമയം വരെ ഒരു മാസക്കാലയളവിൽ നീ എനിക്ക് വേണ്ടി അത് മാറ്റിവെക്കണം. ശറഅാണ്, കൽപ്പനയാണ്, നിർബന്ധമാണ്. അൽഹംദുലില്ലാഹ്, ഓരോ മുഅ്മിനുകളും ഹലാലായിട്ടും ഭക്ഷണം ഒഴിവാക്കുന്നു. വിശക്കാത്തോണ്ടല്ല. ഹലാലായിട്ടും വെള്ളം ഒഴിവാക്കുന്നു. ദാഹിക്കാത്തത് കൊണ്ടല്ല. ശാരീരികമായ ആഗ്രഹമുണ്ടായിട്ടും ഇണയോടൊത്തുള്ള ദാമ്പത്യത്തെ മാറ്റിവെക്കുന്നു. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, റബ്ബിന്റെ കൽപ്പനയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഒരു മാസക്കാലയളവിൽ അള്ളാഹു അനുവദിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചവരാണ് നമ്മളെങ്കിൽ ബാക്കി 11 മാസം എന്തുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല? അള്ളാഹ് അനുവദിച്ചത് ഒരു മാസം നമ്മൾ മാറ്റിവെക്കണം അള്ളാഹ്ക്ക് വേണ്ടി. എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ള മാസങ്ങളിൽ അള്ളാഹ് അനുവദിക്കാത്തത് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാനാകുന്നില്ല? നന്നായി ചിന്തിക്കണം നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. നാലാമത്തെ ഒരു കാര്യം, നോമ്പും ഖുർആനും നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്നതാണ്. അല്ലാഹു അക്ബർ. വല്ലാത്ത വാക്കാണത്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ ആഖിറത്തിൽ അതിന്റെ അഹ്ലുകാർക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുമെന്നാണ്. ഒരു രക്ഷയുമില്ലാത്തൊരു ലോകത്താണ് ഈ ശഫാഅത്ത്. ഒരാളും ഒരാൾക്കും സഹായത്തിനെത്താത്ത ലോകത്താണ് ഈ ശഫാഅത്ത്. നിസ്കാരം നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു അത്'ആമ വശഹവാതി ബിന്നഹാർ ഫശഫിഅനി ഫീ. റബ്ബേ, ഞാൻ ഇയാളെ അന്നപാനീയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തി. അതിനാൽ ഇയാളുടെ കാര്യത്തിൽ, ഈ അടിമയുടെ കാര്യത്തിൽ എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണമേ. ഇതുപോലെ ഖുർആനും പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നോമ്പ് റബ്ബിങ്കൽ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അഞ്ചാമത്തേതായി, നോമ്പ് ഒരു കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. ഒരാളുടെ സമ്പത്തിൽ, കുടുംബത്തിൽ, അയൽക്കാരുടെ പ്രശ്നത്തിൽ അയാൾക്ക് സംഭവിക്കാവുന്ന പിഴവുകൾക്കുള്ള കഫാറത്താണ് നോമ്പെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാണ്, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വജാരിഹി തുകഫിറുഹാ
അസ്സലാത്തു വസ്സിയാമു വസ്സദഖ. അയൽക്കാരുടെ കാര്യത്തിലും കുടുംബ വിഷയങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും മനുഷ്യന് പിഴവുകൾ പറ്റാം. അവയെ സ്വദഖയും നോമ്പും നിസ്കാരവും പരിഹരിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നോമ്പ് എത്ര ഖൈറാണ്, നോമ്പ് എത്ര ഖൈറാണ്, നോമ്പ് നോൽക്കുക എന്നത് എത്ര ഖൈറായ കാര്യമാണ്. ആറാമത്തൊരു കാര്യം, റമദാൻ നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം. ഇത് മൊത്തത്തിൽ നോമ്പിനെ കുറിച്ചാണ്. ഇനി പ്രത്യേകമായി റമദാനിലെ നോമ്പിൽ നിന്ന് കിട്ടുന്ന മെച്ചം എന്താ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹിഫ്ളുള്ള ഒരു ഹദീസ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവന്റെ കഴിഞ്ഞുപോയ ചെറുപാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കപ്പെടും. എന്തിലൂടെ? ഈമാനോടുകൂടി, തൗഹീദും ഇഹ്തിസാബും, അല്ലാഹുവിങ്കൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതിന് സ്വഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു ഹദീസിൽ, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജതുനിബത്തിൽ കബായിർ. 5 നേരത്തെ നിസ്കാരം അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കും. വറമദാനു ഇലാ റമദാൻ വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അതിനിടയിലുള്ള ചെറുപാപങ്ങളെ പൊറുപ്പിക്കും. വറമദാനു ഇലാ റമദാൻ, കഴിഞ്ഞൊരു റമദാൻ കഴിഞ്ഞു, ഇതാ നമ്മിലേക്ക് റമദാൻ വരാണ്, അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുമെന്നാണ്. ഒരു ഷർത്തുണ്ട്, എന്തറിയോ? ഇദജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ, ശിർക്ക്, സിഹർ, ഖത്ലുൻ നഫ്സ്, ഉഖൂഖുൽ വാലിദൈൻ, അങ്ങനെ തുടങ്ങി 7 അല്ല 70-ലധികമുണ്ട് വൻ പാപങ്ങളെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. അത് ഒഴിവാക്കുന്നവന്റെ മറ്റു പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. 7ാമത്തൊരു കാര്യം, നോമ്പുകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം ഈ ദുനിയാവില് അവന്റെ ദുആഇന് ഖബൂലുണ്ട് എന്നതാണ്, ഇജാബത്തുണ്ട് എന്നതാണ്. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, തലാസു ദഅവാത്തിൻ മുസ്തജാബ, 3 കൂട്ടർ അവരുടെ ദുആഇന് ഉത്തരമുണ്ട് എന്ന്. ഒന്ന്, ദഅവത്തുസ് സായിം, നോമ്പുകാരന്റെ ദുആ. 2, വദഅവത്തുൽ മദ്ലൂം, മർദിദന്റെ ദുആ. 3, വദഅവത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ ദുആ. ഇൻഷാ അല്ലാഹ് ഫലസ്തീനികളുടെ രോദനം, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. സിറിയയിലുള്ള അഹ്ലുസുന്നയുടെ വിളിയാളം അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് വിദൂര ഭാവിയിൽ ഒട്ടും താമസിക്കാതെ നമ്മൾ കാണുക തന്നെ ചെയ്യും. ദഅവത്തുൽ മദ്ലൂം, അതുപോലെ യാത്രക്കാരന്റെ, നമ്മളൊക്കെ യാത്രക്കാരാണ് പലപ്പോഴും, പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അക്കൂട്ടത്തിൽ 1ാമത് പറഞ്ഞത് ദഅവത്തുസ് സായിം എന്നാണ്, നോമ്പുകാരന്റെ ദുആയാണ്. അല്ലാഹു അക്ബർ കബീറ. എത്ര അനുഗ്രഹീതമായ കാര്യമാണ് നോമ്പെന്ന് പറഞ്ഞാൽ. ഒരുപാട് ഫവായിദുകൾ, ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നോമ്പ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? അതാണ് നമ്മൾ ഈ നോമ്പ് വന്നാൽ പൊതുവെ ഓതാറുള്ള സൂറത്തു അൽ ബഖറ 183ാമത്തെ ആയത്തുള്ളത്. എന്താണ് ആയത്തുള്ളത്? يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. എന്താണ്? മുഅ്മിനുകളെ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പിനെ നിയമമാക്കിയതുപോലെ നിങ്ങളുടെ മേലും ഞാനിതാ നോമ്പിനെ നിയമമാക്കുന്നത്. യഹൂദ നസാറാക്കളുടെ മേൽ, വേദക്കാരുടെ മേൽ നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങളുടെ മേൽ നോമ്പ് നിയമമാക്കുന്നു. എന്തിനാണ് നോമ്പ്? തഖ്വയുണ്ടാകാനെന്നാണ്. ഈ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നതാണ്, തഖ്വയുണ്ടാകാനെന്നാണ്. ഒരിക്കലും എന്തിനല്ല? ആരോഗ്യമുണ്ടാകാനെന്നല്ല, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണിയെ കുറിച്ച് ബോധ്യം വരാനെന്നല്ല. നോമ്പിന്റെ ആരോഗ്യശാസ്ത്രം, നോമ്പിന്റെ സാമൂഹിക ശാസ്ത്രം, നോമ്പിന്റെ മാനവിക ശാസ്ത്രം, ഇനി ഈ കാലം അന്നങ്ങനെ ചർച്ചകൾ കുറെ കാണാം. പക്ഷെ ആരും നോമ്പിലെ ഭക്തി ചർച്ച ചെയ്യാറില്ല. എന്തിനാണ് നോമ്പ്? നോമ്പ് കൊണ്ട് കിട്ടേണ്ട മെച്ചം എന്താ? അല്ലാഹ് പറഞ്ഞെന്നോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖികളാകാൻ. അപ്പൊ എന്താ തഖ്വ? ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി, അല്ലാഹ് കൽപ്പിച്ചത് മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായകമാകുന്നു റമദാൻ. അല്ലാഹു വിരോധിച്ചതിനെ മുഴുവനും ജീവിതത്തിൽ നിന്ന് വിരോധിക്കാൻ സഹായകമാകുന്നു റമദാൻ. തഖ്വക്ക് വേണ്ടി റമദാൻ, തഖ്വക്ക് വേണ്ടി റമദാൻ.
നോമ്പ് നോറ്റാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? തഖ്വയാണ്, സൂക്ഷ്മതയാണ്, റബ്ബിനെ കുറിച്ചുള്ള ഭയമാണ്, ഹലാലും ഹറാമും വേർതിരിച്ച ജീവിതമാണ്. അൽഹംദുലില്ലാഹ്, നോമ്പിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിരവധി ഗുണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തും അവന്റെ പ്രവാചകരും സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മുഴുവനും മനസ്സിലാക്കി ഇഖ്ലാസോടെ, ഇത്തിബാഅോടെ, നല്ല നിയ്യത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ളൊരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നോമ്പുകാർക്ക് റബ്ബിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തും അതുപോലെ ഹദീത്തുകളിലും വന്ന ധാരാളം മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ചെറുത് മാത്രം നമ്മൾ എണ്ണിപ്പോയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലവും അവന്റെ പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ കാണാം. ഈ ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന് തുടങ്ങിയിട്ട് കുറേ സിഫത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാണാം. വസ്സായിമീന വസ്സായിമാ, നോമ്പ് നോൽക്കുന്നവരായ സ്ത്രീകളും പുരുഷന്മാരും. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വഅജ്റൻ അളീമ, ഇവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്ന രണ്ട് കാര്യമാണ് നോമ്പ് നോറ്റവർക്ക് അടക്കമുള്ളവർക്കുള്ളത്. ഒന്ന് പാപമോചനമാണ്. പാപമോചനമാണ് നോമ്പിനുള്ള വലിയൊരു പ്രതിഫലം. രണ്ടാമത്തത് എന്താ? മഹത്തായ പ്രതിഫലം, അജ്റൻ അളീമ എന്ന് പറഞ്ഞാൽ യഅനി അൽ ജന്ന, സ്വർഗമാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ആ സ്വർഗം നമുക്ക് ലഭിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ നോമ്പ് നോറ്റ ആളുകൾ മുഴുവനും കടന്നു ചെല്ലുന്ന ഒരു ലോകമുണ്ട് നാളെ. മഹ്ശറയിൽ നിന്ന് അവരുടെ ഹിസാബിന് ശേഷം സ്വർഗത്തിന്റെ മുന്നിലേക്ക് അവർ ആനയിക്കപ്പെടും. ആ ആനയിക്കപ്പെട്ട് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ അല്ലാഹു തആല നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകം ഒരു കവാടം ഒരുക്കി വെക്കാണ്. അതിന്റെ പേരാണ് അർ-റയ്യാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് മനസ്സിലാകാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യുഖാലു ലഹു അർ-റയ്യാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ചൊരു ചർച്ചയാണ്. എല്ലാവരും റയ്യാന്റെ മുന്നിലെത്തണം, നോമ്പുകാർ മുഴുവനും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തമ്മിലുള്ള ദൂരത്തെ കുറിച്ച് പോലും ഹദീസിൽ കാണാം, അത്ര വിശാലമാണ്. ആ കവാടത്തിങ്കൽ നോമ്പുകാർ മുഴുവനും വരും. അള്ളാഹു നോമ്പുകാരെ ആദരിക്കാൻ അവർക്ക് മാത്രമായി സ്വർഗത്തിനൊരു കവാടം അള്ളാഹു നിശ്ചയിക്കുകയാണ്. ആ കവാടത്തിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവർ നോമ്പ് നോറ്റവരാണ്, അവർ നിസ്കരിച്ചവരാണ്, അവർ സക്കാത്ത് കൊടുത്തവരാണ്, അവർ സ്വതക്ക നിർവഹിച്ചവരാണ്, അവർ ജിഹാദിൽ ഏർപ്പെട്ടവരാണ്, അവർ മാതാപിതാക്കളെ സംരക്ഷിച്ചവരാണ്. ഇങ്ങനെ പലതിനും സ്വർഗത്തിന് വാതിലുകളുണ്ട്. അതൊക്കെ അവർക്കുള്ളതാണ്. എന്നാൽ നോമ്പുകാർക്ക് പ്രത്യേകം ഒരു കവാടം അള്ളാഹു ഒരുക്കി വെച്ചു എന്നാണ്. ഇത് ഈ മാസത്തിലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്വർഗ കവാടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അതിലും വലിയ നഷ്ടം എന്താണ്? ഈ രാജ്യത്ത് OBC ലിസ്റ്റിലുള്ളവർക്ക് പലതരം ആനുകൂല്യങ്ങളുണ്ട്. പഞ്ചായത്തിൽ, വില്ലേജ് ഓഫീസിൽ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, ഇതാ നിങ്ങൾ OBC ലിസ്റ്റിൽപ്പെട്ട ആളല്ലേ, നിങ്ങളെ കുട്ടി എത്ര ക്ലാസ്സിലാ, ഇതാ ഈ കുട്ടിക്ക് ഇത്ര ശതമാനം പണം, ഇത്ര പൈസ ഒരു മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും, ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. അല്ലാഹുവേ, അറിയാതെ പോയല്ലോ റബ്ബേ. എത്ര ആള് സങ്കടപ്പെടും നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് റബ്ബിന്റെ പ്രവാചകർ പറയാണ്, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. യുഖാലു ലഹു അർ-റയ്യാൻ. പ്രിയമുള്ളവരെ, നമുക്ക് എന്തേ ആ ഫീലിംഗ് വരാത്തത്? ആ വികാരം എന്തേ കിട്ടാത്തത്? എവിടെയോ ഒരു ദൗർബല്യമുള്ളത് കൊണ്ടാണ്. അല്ലാഹു തആല വാതിലൂടെ പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എവിടേക്കാ പ്രവേശിക്കുന്നത്? വിശാലമായ സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളിലേക്കുമാണ് പ്രവേശിക്കുന്നത്. ഇനിയോ ആ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടാൽ നോമ്പുകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? സ്വർഗമല്ല,
സ്വർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്കുമപ്പുറം അവർക്ക് ലഭിക്കുന്നത് എന്തറിയോ? അള്ളാന്റെ റസൂൽ പറയാണ്, എന്ത്? നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. ലിസ്സായിമി ഫർഹതാനി, നോമ്പുകാർക്ക് 2 ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, അതൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ്. 10-13 അല്ലെങ്കിൽ 14 മണിക്കൂർ. മാർച്ച് മാസമാണ്, നല്ല ചൂടുണ്ടാകാം. ഒരു 3 മണിയാകുമ്പോഴേ തൊണ്ട വറ്റാം, ഇടറാം, പ്രയാസപ്പെടാം. അങ്ങനെയാണ് ഭക്ഷണത്തിന്റെ മുന്നിലേക്ക്, വെള്ളത്തിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത്. വലിയ സന്തോഷമാണ്. അത്ര തണുപ്പുള്ള കാലത്ത് പോലും സന്തോഷം. പിന്നെ ചൂടുകാലം പറയേണ്ടതില്ല, നല്ല സന്തോഷം. എന്നാൽ നോമ്പുകാരാകാൻ ആഗ്രഹിക്കുന്നവരെ, നോമ്പുകാരായി ശീലിച്ചവരെ, പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുന്നവരെ, എനിക്കും നിങ്ങൾക്കും റബ്ബുൽ ഇസ്സത്ത് മാറ്റി വെച്ച സന്തോഷം അറിയോ? വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഈ ദുനിയാവിൽ മുഹമ്മദ് നബി പോലും കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിന്റെ തിരുമുഖം, മൂസാ നബി കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത തിരുമുഖം, ആദം നബി മുതൽക്ക് ഒരു മഹാനും കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിന്റെ തിരുമുഖം. വജ്ഹുല്ലാഹ് റൂയത്തുല്ലാഹ് വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതും അവയുടെ റബ്ബിലേക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു തആല പറഞ്ഞത് ഈ നോമ്പുകാരെ നമുക്ക് കിട്ടാനുള്ള 2ാമത്തെ സന്തോഷമാണ് റൂയത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാ. തെളിഞ്ഞ സൂര്യനെ കാണുന്നത് പോലെ, ചന്ദ്രനെ കാണുന്നത് പോലെ, ഒരു മറയുമില്ലാതെ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം. നോമ്പുകാരെ, നമ്മെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗത്തിലെ ആനന്ദം, പരമാനന്ദം. അത് റബ്ബിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിനെ കാണാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരു ഇബാദത്താണ് ഷഹ്റു സൗം. ഈ ഷഹ്റു റമളാനിൽ വിശിഷ്യ നമുക്ക് വരാനുള്ള ഇബാദത്തായ സൗം, നോമ്പ്. അല്ലാഹു അതിനർഹമായ പരിഗണന നൽകി. അതിനെ ഫസാദിലാക്കുന്ന, ബാത്തിലാക്കി കളയുന്ന സർവ്വ കാര്യങ്ങളിൽ നിന്നും സൂക്ഷ്മത പുലർത്തി നാക്കിലും നോട്ടത്തിലും അതുപോലെ ഇടപാടുകളിലും മുഴുവനും നോമ്പിനെ സൂക്ഷിച്ച് എല്ലാ നിലക്കും, ആമാശയത്തിന് മാത്രമല്ല കണ്ണിനും കാതിനും കൈക്കും കാലിനും ഒക്കെ നോമ്പുണ്ടാകണം. ആമാശയത്തിന് മാത്രം പോരാ നോമ്പ്. അങ്ങനെ പൂർണ്ണമായി നോമ്പിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുന്ന ആ മാസത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി ആ മാസത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളിൽ നിന്ന് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ, വിശേഷ ഫലസ്തീനിൽ അല്ലാഹു അവർക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കും അവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.